ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി. ഞങ്ങൾ അവസാനത്തെ ഞങ്ങളുടെ ഫുൾ ടാങ്കിലോട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവസാനം ഞങ്ങൾ ഫുൾ ടാങ്കിലോട്ട് പോകണം. 2000 കിലോമീറ്റർ ഒരുമിച്ച് കൂടിയ നമ്മുടെ ചെപ്പുവായാണ് ഇതേ ഇരിക്കണത്. നമ്മുടെ കണ്ടോ ചെപ്പുവായ ഡ്രൈവിങ് സ്പീഡിൽ നമ്മളെ ഇപ്പം തമിഴ്നാട്ടിലെത്തി. ഇപ്പം എല്ലാവരും ടയേർഡൊക്കെ മാറി ഞങ്ങളൊരു ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പം തമിഴ്നാട്ടിലെ വില എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഡീസലിൻ്റെ വില എന്ന് പറഞ്ഞാൽ 94 രൂപ 92 പൈസയാണ്. നമ്മുടെ അപ്പം ഇത് അവസാനത്തെ പോരെ, ലാസ്റ്റ് ഫുൾ ടാങ്കല്ലേ? ലാസ്റ്റ് ഫുൾ ടാങ്കാണ് അത്. ഓക്കെ, ഞങ്ങളുടെ വണ്ടി ഒന്ന് ഞങ്ങൾ കഴുകിയതല്ല. നല്ലൊരു മഴ, തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി. ആ മഴയിൽ പകുതി പൊടിയൊക്കെ പോയി നല്ല കണ്ടീഷനായിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഈ ഒരു സൈഡ് മാത്രം അധികം നനഞ്ഞിട്ടില്ല എന്ന് നോക്കാം. അപ്പോൾ ഫുൾ ടാങ്കിൻ്റെ പരിപാടികൾ നടക്കുകയാണ്. ഒരു എക്സോടുകൂടി നമ്മുടെ ഇന്നത്തെ ട്രാവലിംഗ് തീരാകുന്നു. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ മുൻ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പനിയൊക്കെ മാറി ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കാലത്ത് പൂരിയൊക്കെ കഴിച്ച് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, തമിഴ്നാട്ടിലെ വീടുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഡിസൈൻസ് അല്ല ഇവിടെ. ഇപ്പൊ രണ്ടുപേരും കൂടി ഭയങ്കര സംസാരമാണ്. പമ്പിലെ സ്റ്റാഫാണ്. പേരെന്ത്? ആനന്ദ്. ഊരെങ്ക്? വള്ളൂർ. ഇങ്ക പക്കത്തിലാ വള്ളൂർ? 20 കിലോമീറ്റർ. നമ്മളാ ചേട്ടൻ്റെ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരുടെ വീഡിയോ കൂടെ എടുക്കാൻ വേണ്ടി ചേട്ടൻ പറയുന്നത് എന്താണ് ഉങ്ക പേരെന്ത് സാർ? ഉങ്ക പേരെന്ത്? MRS குமார். ஷூட்டிங் பண்ணிட்டு இங்கே ஓனரா? ஓகே. வேறக்க சொல்லு, எப்படி இருக்கு ஜோபு? நல்லா இருக்கா? சாப்பிட்டா? അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബാക്കാൻ പാടില്ല അവർക്ക്. അപ്പോൾ ഞാൻ പോയിട്ട് അവരെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ഫുൾ ടാങ്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ പോണേന് ചപ്പുവായി തന്നെയാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. ചപ്പുവായി ഏകദേശം എത്ര മണിയൊക്കെ വീട്ടിലെത്തും? 11 മണി. പിന്നെ നമ്മുടെ കാശ് കൊച്ചി ടു മണാലി, അത് വേറൊരു ഡിസൈൻ പോലെ വന്നേക്കണുണ്ടോ, വെള്ളം വീണിട്ട് നല്ല രസമുണ്ട്. ഇതെങ്ങനെ വെള്ളത്തിൽ അറിയാൻ പറ്റും? വെള്ളത്തിൽ കഴിയുന്നു. അത് വേറൊന്നും സെറ്റപ്പ് ഒന്നും ഉണ്ടോ? ശബരിമലയ്ക്ക് കല്ലും മുള്ളും സ്വാമിക്ക് കിട്ടിയ പാലോ ഞങ്ങൾ നാട്ടിലെത്തി ഗൈസ്. ഞങ്ങള് 8 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് എത്തി. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഇല്ല ഗൈസ്. അപ്പം 8 ദിവസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയേക്കാണ്. ഞങ്ങളുടെ ഇക്കാട വീട്ടിലെത്തിയേക്കാണ്. ഇതാ നമ്മുടെ ഇക്കാട വീട്. അപ്പം ഏകദേശം 10,000 കിലോമീറ്റർ അടുത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ ഫോർച്യൂണറിൽ ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ ഫോർച്യൂണറിൻ്റെ അവസ്ഥ നേരത്തെ മഴ പെയ്ത് കുറച്ചും കൂടി ഒന്ന് ഇതായെങ്കിലും മഴ പെയ്തപ്പോൾ കുറേ വെള്ളമൊക്കെ വന്നു. ഇപ്പം ഇന്ന് നേരെ സർവീസ് കൂടെ കൊടുക്കാൻ പോണേണ്. ബായ്
ആഷിഖ് ഭായ് ഇത് ഇക്കട ഇളയമോൻ ഇത്തു ഇതിക്കട മറ്റൊരു കാറാണ് കേട്ടോ. ഇക്കട BMW ഇക്കട മറ്റൊരു കാറാണ്. 2626 ഇക്കട ഫേവറേറ്റ് നമ്പറാണ്. പിന്നെ ഒരു ഇന്നോവ ഉണ്ട്, അതിപ്പോൾ ഇവിടെ ഓട്ടത്തിന് നോക്കിയാണ്. കാരണം നമ്മുടെ ഇക്കട വീട്. അപ്പം ഇനി ഈ സാധനങ്ങളൊക്കെ ഇറക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ ഇറക്കാം. ആ സാധനങ്ങൾ പയ്യെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിലേക്കാണ് ബാങ്കിൽ അത് ഇറക്കണ്ടേ? ഇത് ചെപ്പുര ബോംബെ കഫേടെ അവിടെ ഇറക്കണ്ടേ? ശരിക്കും താജ്മഹലിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യ ഗേറ്റ് വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ വണ്ടി അടക്കാണ്. അയ്യോ സ്വിച്ച് അല്ല, ഇത് ഞങ്ങൾ ഈ സെറ്റപ്പാണ്. അപ്പം ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ ഞങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ പറയാനില്ല. പോലീസിൽ നമ്മുടെ കേരള പോലീസ് നമ്പർ 1 പോലീസ്. ബാക്കി എല്ലാവരും കൊള്ളക്കാരൻ. ഗുജറാത്ത് പോലീസ് ലോകലമ്പ്. കള്ളന്മാർ ഇതിനേക്കാളും നല്ലതാണ് ഗുജറാത്തിലെ പോലീസാണ്. ഗുജറാത്ത് ഏറ്റവും വലിയ കള്ളന്മാർ. കേരള വണ്ടി കണ്ടാൽ മതി എല്ലാ സംസ്ഥാനത്തും കൈയാട്ടും. കന്നഡക്കാരെയും കർണാടകയിലെ പോലീസ് എന്ത് കൈയാട്ടിയിട്ട് മറ്റേ മോളടിച്ചാൻ വേണ്ടി ഊതിക്കും. ഞാനപ്പോൾ ചെന്നിട്ട് ക്യാമറ ആയിട്ട് റെക്കോർഡർ അതൊക്കെ പറഞ്ഞപ്പോൾ ഹാപിക്കുമെന്നും പറഞ്ഞു വിടും. ഭയങ്കര പേടിത്തുറന്മാരാണ് ലോക കള്ളന്മാർ പറഞ്ഞു. ഗുജറാത്ത് പോലീസ് ലോക കള്ളന്മാർ. അവന്മാരുടെ നാടകമൊക്കെ എന്താണ് അതൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എല്ലാ എപ്പിസോഡും കണ്ട് അതിൻ്റെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ട്രിപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ സീരീസ് ഇവിടെ തീരുകയാണ്. ഈ ട്രിപ്പിൻ്റെ ചിലവ്, എല്ലാ അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത് ബൈ.